ദൈവിക നന്മകളുടെയും ശാരീരിക സൗഖ്യത്തിൻ്റെയും ബലത്തിൻ്റെയും സകലത്തിൻ്റെയും ഉറവിടം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാകുന്നു. ഈ പകൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞങ്ങൾ നിൽക്കുന്നത് അവൻ്റെ മഹാക്രമൊന്നു മാത്രമാണ്, അവൻ്റെ ദിവ്യ സ്നേഹമൊന്നു മാത്രമാണ്. അതേ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ്. സ്തോത്രം. അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് 3 മുതൽ ഉള്ള തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ 3 മുതൽ 6 വരെ അവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ദൈവം മനുഷ്യനെ വിളിക്കുക. എക്കാലത്തും ദൈവം ആ നിലയിൽ മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവമാകുന്നു. ഒരു ചോദ്യവുമായിട്ടാണ് ഇവിടെ നാം കാണുവാൻ കഴിയുന്നത്, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. സ്തോത്രം. സങ്കീർത്തനങ്ങൾ 14-15 ഒക്കെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായമാണ്. അന്യാധീനപ്പെട്ടു പോയ, അല്ലെങ്കിൽ ഫെലിസ്തീൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയ ദൈവ തേജസ് വസിക്കുന്നതായ ദൈവത്തിൻ്റെ പെട്ടകം, അത് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ദാവീദ് നടത്തുന്ന ഒരു പരിശ്രമം. ഏറിയ വർഷങ്ങളായി ഇസ്രായേലിൻ്റെ അനുഗ്രഹമായിരിക്കുന്ന, അല്ലെങ്കിൽ സർവവല്ലഭനായ ദൈവത്തിൻ്റെ തേജസ് വസിക്കുന്ന ആ പെട്ടകം അന്യാധീനപ്പെട്ടു പോയി. എന്നാൽ അന്യാധീനപ്പെട്ടു പോയതിനെ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇസ്രായേലിൽ ഇല്ലാതെ പോയി. മഹത്വം അവരെ വിട്ടുപോയപ്പോൾ ആ മഹത്വത്തെ തിരിച്ചു പിടിപ്പാൻ, അല്ലെങ്കിൽ അതിന് വില കൊടുക്കുവാൻ, അതിന് മുന്നോട്ടിറങ്ങുവാൻ ഒരു തലമുറ ആ ദേശത്തില്ലാതെ പോയി. പ്രിയരെ, ഈ പകൽ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ശേഷം ചില തലമുറകൾ നമ്മുടെ മധ്യ എഴുന്നേൽപ്പാൻ ഇടയാകട്ടെ. ദൈവത്തെ ഉയർത്തുന്ന, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്ന, നെഞ്ചും നെറ്റിയും കാണിച്ച് ആമേൻ കർത്താവിന് വേണ്ടി ആമേൻ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും നിവർന്ന് നിൽക്കുന്ന ചിലതിനെ അപ്പോസ്തലിക് ചർച്ചിൻ്റെ കൂട്ടായ്മകളിൽ സ്വർഗം എഴുന്നേൽപ്പിക്കുവാൻ എത്ര പേർ ഈ ദിവസങ്ങൾ പ്രാർത്ഥിപ്പാനായിട്ട് കഴിയും. ദൈവം അതിനായി നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. എന്നാൽ